കഴിഞ്ഞ വർഷം ഏലിയൻ ഫ്രാഞ്ചൈസി ഇത് ഏലിയൻ റോമുലസ് എന്ന് പറഞ്ഞ ഒരു കിടിലം പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ വർഷം പ്രഡേറ്റർ ഫ്രാഞ്ചൈസി നിന്ന് ഇറങ്ങിയ ഒരു കിടിലോ പടമാണ് പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഈ ഒരു പടം. ഒരു യൂഷ്വൽ ടിപ്പിക്കൽ ഒരു നോർമൽ ഹോളിവുഡ് ഫ്ലിക്ക് എന്ന രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ദിസ് ഡയറക്ടർ ഹാസ് ഡൺ ഇറ്റ് അഗൈൻ. മൂപ്പര് പ്രേ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറക്കിയ പടമാണ്. ഇതിനു മുമ്പ് കില്ലർ ഓഫ് കില്ലർ എന്ന് പറഞ്ഞ ആനിമേറ്റഡ് മൂവി ഉണ്ട്. ഒരു ആന്തോളജി മൂവി ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയത് ഈ വർഷം തന്നെ. അത് ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ദിസ് വൺ ഈസ് ഗോയിങ് ടു ബി ഹ്യൂജ്. ബട്ട് ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണ്. ഇപ്പൊ ഏലിയൻ റോമുലസ് ഒരു പക്ക പീക്ക് ത്രില്ലർ ആയിരുന്നെങ്കിൽ ദിസ് ഈസ് പക്ക അഡ്വഞ്ചർ. കുറെ കാലമായി ഇത്ര ഒരു അഡ്വഞ്ചർ പടം കണ്ടിട്ട്. ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ഈ ഒരു പടം. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രഡേറ്റർ ഫ്രാഞ്ചൈസിലെ ഒരു പടമാണ്. ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള മറ്റു പടങ്ങൾ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി അറിയുമെങ്കിൽ ജസ്റ്റ് പഴയ അർണോൾഡിന്റെ പ്രഡേറ്റർ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി കാണാം. കാരണം ഇത് ഒരു സ്റ്റാൻഡ് അലോൺ മൂവി പോലെയാണ് അത് ഫീൽ ചെയ്യുക. അതിന്റെ തുടക്കം അവസാനമൊക്കെ അങ്ങനെ തന്നെ. ഈവൻ എൻ ക്രെഡിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റിലും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ മാത്രം, അതായത് ഈ സിനിമയെ ചുറ്റിപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഈസ്റ്റർ എഗ്സ് ആയിട്ട് കുറെ സാധനങ്ങളുണ്ട്. സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫ്രാഞ്ചൈസി ഫുള്ളായിട്ട് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്, ഈ പരിചയമുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണും സിനിമയ്ക്ക് കയറാം. അല്ല 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഒരു നല്ല തറോ എന്റർടൈനർ ആയിരിക്കും. കാരണം പല സമയത്ത് എനിക്കൊരു ഒരു ഒരു കൊമേഴ്ഷ്യൽ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു തമിഴ് പടമൊക്കെ കാണുന്ന രീതിയിൽ അത്ര എലിവേഷൻ സീനുകളൊക്കെ കൊടുത്ത് ഒരു പക്ക ഒരു മാസ് ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു അഡ്വഞ്ചറാണ് സിനിമ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ബേസിക്കലി സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പ്രഡേറ്റേഴ്സ് മുഴുവൻ ഈ എർത്തിലേക്ക് ഇൻവേഡ് ചെയ്യുന്നു, തുടർന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവരുടെ ഒരു വേൾഡ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ അധികം കാണാറില്ല, കണ്ടിട്ടുമില്ല. സോ അവരുടെ വേൾഡിലേക്ക് പോയിട്ട് അവിടെയുള്ളൊരു ക്യാരക്ടർ ഒരു അഡ്വഞ്ചറിന് ഒരു മിഷനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. വേറൊരു പ്ലാനറ്റിൽ പോയിട്ട്, ഗന്ന എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൽ പോയിട്ട് അവിടെ നിന്നൊരു സാധനം റിട്രീവ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് മൂപ്പരുടെ ആ ഒരു മിഷൻ. അതിനുവേണ്ടി ഇങ്ങനെ പോകുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. ആൻഡ് ഞാനീ പറഞ്ഞ ഓൾറെഡി നമുക്ക് ഇവരെ പറ്റിയിട്ട് യാതൊരു പിടുത്തവുമില്ല. അതായത് ഈ പ്രഡേറ്റേഴ്സിന്റെ ലൈഫ് സ്റ്റൈലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പിടുത്തമില്ലാത്തത് കൊണ്ട് അത് തന്നെ ഭയങ്കര പുതുമയാണ്. ആ ഒരു വേൾഡ് കാണാനും അവരുടെ ആ ഒരു ടെറൈൻ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ അത് നമ്മളൊന്ന് കണ്ട് സെറ്റായിട്ട് നമുക്കൊന്ന് സാച്ചുറേറ്റായി വരുന്ന സമയത്തിനുള്ളിൽ ഇവർ അടുത്ത വേൾഡിലേക്ക് പോകും. ഞാനീ പറഞ്ഞ പോലെ ഒരു പുതിയ ഗന്ന എന്ന് പറയുന്ന പുതിയ വേൾഡിലേക്ക് പോകും. അവിടെയാണ് പിന്നീട് അങ്ങോട്ട് ഈ അഡ്വഞ്ചർ ഫുൾ. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ഈ അവതാർ പടങ്ങളൊക്കെ കാണില്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പക്ഷേ സെക്കൻഡ് പടത്തിൽ പോയി. അതായത് ഓൾറെഡി നമുക്ക് അവതാരം എന്താണെന്നറിയാം, അല്ലെങ്കിൽ ആ ഒരു പണ്ടോറ ഗ്രഹം എങ്ങനെയുണ്ട് നമുക്ക് കാണുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. നമ്മൾ അവിടുത്തെ ആ ഒരു ഇക്കോസിസ്റ്റോ, അവിടുത്തെ ആ ഒരു ടെറേനും, ഈവൻ അവിടെ വെള്ളം പോകുന്നതടക്കം, അല്ലെങ്കിൽ അവരുടെ ആകാശവും പകലും രാത്രിയും ഒക്കെ ഭയങ്കര അങ്ങനെ ഒരു അത്ഭുതത്തോടെ നമ്മൾ കണ്ടിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതിന്റെ ഇടയിൽ കൂടെ അവിടെ നടക്കുന്ന കുറെ അഡ്വഞ്ചേഴ്സും ആ രീതിക്ക് ഈ പോകുന്ന ഒരു വേൾഡ് പുതുതാണ്. അവിടെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ ചെയ്യുന്നത്. അവിടെയുള്ള വെപ്പൺ സിസ്റ്റവും അവിടെയുള്ള ക്രീച്ചേഴ്സും, അവിടെ ഈവൻ സാധാരണ നമ്മുടെ ഇവിടെ പുല്ലുണ്ടെങ്കിൽ അവിടെ ഈ മേത്ത് കൊണ്ടാൽ മുറിയുന്ന, കട്ടായി പോകുന്ന രീതിയിലുള്ള പുല്ലുകളാണ്. അല്ലെങ്കിൽ അവിടെയുള്ള ക്രീച്ചേഴ്സ് അങ്ങനെയാണ്. എല്ലാം നമ്മളെ ഹണ്ട് ചെയ്യാൻ വരും. ഒരു ദിവസം പോലും അവിടെ ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെയുള്ള ഏറ്റവും വലിയൊരു ക്രീച്ചറിനെ ഒരാൾക്ക് റിട്രീവ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഇങ്ങേരുടെ ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ടുള്ള മിഷൻ. അതെങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്തു തീർക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട്. സോ ആ ഒരു ടെറൈൻ തന്നെ, ആ ഒരു ഇക്കോസിസ്റ്റം തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല എൻഗേജിംഗ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളതും. നമുക്കറിയാം ഇത് വെച്ചിട്ട് തന്നെ ആ ഒരു ഇക്കോസിസ്റ്റം യൂസ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ ആവശ്യം വരുമെന്ന് നമുക്കറിയാം. അതൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ സ്റ്റിൽ അതിൻ്റെയൊക്കെ ആ ഒരു വേൾഡ് ഡിസൈനും ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ കിട്ടില്ല. കാരണം നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത സാധനങ്ങളെ വളരെ നീറ്റായിട്ട് കാണിച്ചു തന്നു. സോ അത് കാണുമ്പോൾ തന്നെ എനിക്ക് എത്രയോ ഇനി പ്രോഗ്രസീവ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു വേൾഡിൽ തന്നെ ഇലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ കൂടെ ഇവർ മിക്സ് ചെയ്തിട്ടുള്ള വേറൊരു സാധനം, ഈ നമ്മുടെ പ്രഡേറ്റർ പോലെ ഇരിക്കുന്ന ഏലിയൻ ഫ്രാഞ്ചൈസ് നമുക്ക് ഓൾറെഡി അറിയാം. ഏലിയൻ വേഴ്സസ് പ്രഡേറ്റർ ഓൾറെഡി പടങ്ങളുണ്ട്. ഇത് തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ ഇതിന് മുമ്പുള്ള പടങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പോകുന്ന ആ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിലേക്ക് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏലിയൻ ഫ്രാഞ്ചൈസിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സീനോമോർഫ് അല്ല, നമ്മുടെ ആ ഒരു ക്രീച്ചർ, ഏലിയൻ ക്രീച്ചർ അല്ല, അത് ഇല്ല ഈ പടത്തിൽ, അത് പ്രതീക്ഷിച്ചിരിക്കണ്ട. പക്ഷെ അവിടെയുള്ള ആ ഒരു യൂട്ടാനി കോർപ്പറേഷനും ദെൻ അവിടെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് വരുന്നുണ്ട്. അവിടുന്ന് ഒരു 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 ഹൈബ്രിഡ്, നമ്മളിപ്പോൾ ഈ ഏലിയൻ എർത്ത് സീരീസ് കണ്ടില്ല, അതിൽ കുറേ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ 2-3 കാറ്റഗറി ഓഫ് സ്പീഷീസ് കാണിച്ചു തരുന്നുണ്ട്. ഹ്യൂമൻസ് കൂടാണ്ട് ഹൈബ്രിഡ്സ് ഉണ്ട്. ദെൻ അങ്ങനത്തെ കുറേ ഒരു 2-3 ലെവൽ ഓഫ് ടൈപ്സ് ഓഫ് സ്പീഷീസ് നമുക്ക് കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ ഒക്കെ തന്നെ ഇൻകോർപ്പറേഷൻ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. സോ അവർ വരുന്നുണ്ട്, അവരും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതും കൂടി ഇങ്ങനെ പാരലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഫ്രാഞ്ചൈസ് ആക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൽ കുത്തിക്കയറ്റണം എന്ന് പറഞ്ഞ് ചെയ്ത് കൂട്ടിയ പരിപാടിയൊന്നും അല്ല.
എല്ലാം പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ സിനിമയുടെ മെയിൻ എന്നല്ല, ഏറ്റവും ഇതിൽ നെഗറ്റീവ് ഒന്നും എനിക്ക് പറയാനില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് പടം. പക്ക സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഇതാണ് പറയാൻ വന്ന കഥ. ഇതാണ് ഈ ഒരു ക്യാരക്ടറിന്റെ മിഷൻ. അവിടെ മാത്രേ ഉള്ളൂ. ഈ ഒരു 1.25 മണിക്കൂറും നല്ല എൻഗേജിങ് ആയിട്ട്, അത് ഒരു സ്ഥലത്ത് ഒരു ലാഗോ ഒരു ഡ്രോപ്പോ ഒന്നുമില്ല. നമ്മളിപ്പോ ഈ ഒരു ഒരു ചിലപ്പോ ഒരു നൈറ്റ് ആവും. ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു കോൺവെർസേഷൻ വരും. ഇവിടെ ഇത് ടൈം കില്ലർ ആണ് നമ്മൾ വിചാരിക്കുമ്പോൾ ടൈം കില്ലർ ഒന്നും അല്ല. അവർ ഒന്നോ ഒരു 2 മിനിറ്റ് അത്രയൊക്കെ എടുക്കുള്ളൂ. അതിനുള്ളിൽ അവർക്ക് പറയേണ്ട കഥ പറഞ്ഞു പോയിട്ട് പിന്നെ അങ്ങടെ ആക്ഷനാണ്. പട്ട 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 പട്ടാന്ന് പറഞ്ഞ ആക്ഷൻ സീക്വൻസുകളുള്ള സ്റ്റാർട്ട് ടു എൻഡ് ഒരു ഒരു പക്ക പീക്ക് അഡ്വെഞ്ചർ എന്റർടൈനർ ആണ്. എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി ഈ ഒരു പടം. ഞാനിപ്പോ പേഴ്സണലി പറയാൻ കാരണം, ഇതേപോലത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഫ്രാഞ്ചൈസികൾ ഉണ്ടല്ലോ. ഇപ്പോ ജുറാസിക് ഫ്രാഞ്ചൈസും, അനോക്കോണ്ട ഫ്രാഞ്ചൈസും, ഈ പറയുന്ന ഏലിയൻ ഫ്രാഞ്ചൈസും ഒക്കെ തന്നെ നമ്മള് പണ്ട് മുതലേ നമ്മൾ നൊസ്റ്റാൾജിയ ആയിട്ട് വെച്ചിരുന്ന സാധനങ്ങളാണ്. അന്നത്തെ കാലത്ത് അഡ്വെഞ്ചർ എന്ന് പറയാൻ നമുക്ക് ഇത് മാത്രേ ഉള്ളൂ. നമുക്ക് വേറൊന്നുമില്ല. ഇപ്പൊ മറ്റേ നമ്മുടെ കിങ് കോങ് പടം, അല്ലെങ്കിൽ കിങ് കോങ്ങിന്റെ ഫ്രാഞ്ചൈസ് തന്നെ ഈ രീതിക്ക് നമ്മൾ ഈ മോൺസ്റ്റേഴ്സും ഇങ്ങനത്തെ ഏലിയൻസും ഇങ്ങനത്തെ കുറെ സ്പീഷീസിന്റെയും ക്രീച്ചേഴ്സിന്റെ ഒക്കെ സിനിമകൾ കണ്ടു വളർന്നവർക്ക് അത് പേഴ്സണലി എനിക്കത് ഭയങ്കരമായിട്ട് മിസ്സായിട്ടുണ്ട്. ഈ ഒരു വലിയ വേർഡാണ് കിട്ടിയത്. നമ്മൾ ഈ കണ്ടുവരുന്ന സിനിമകളൊക്കെ തന്നെ ഇങ്ങനത്തെ സിനിമകളൊന്നും വരാറില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കൂറ സാധനങ്ങൾ, ഒരു ക്വാളിറ്റി ഇല്ലാതെ വെറുതെ പൈസ കിട്ടാൻ വേണ്ടി മാത്രം പ്രൊഡക്ഷൻ കമ്പനി ചെയ്ത് കൂട്ടി വെറുതെ തള്ളുന്ന, വെറുതെ ആൾക്കാർ വരും ഫസ്റ്റ് ഡേ കളക്ഷൻ, ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം കിട്ടണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ മാത്രമാണ് കണ്ടത്. ഒരു സോളില്ല. നമുക്കൊരു ഒരു ഒരു ജെന്യുവൻ ആയിട്ടൊരു സാധനം ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് പക്ഷേ എനിക്ക് ഇതിന്ന് കിട്ടി. ഒരു ഒരു പക്ക അഡ്വെഞ്ചർ. നമ്മൾ ഈ കണ്ട് മറന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ അഡ്വെഞ്ചർ എന്നുള്ള ഒരു കാറ്റഗറി തന്നെ മറന്നുപോയി. അങ്ങനെയുള്ള സമയത്ത് നല്ല ഒരു പ്രോപ്പർ പ്രെഡേറ്റർ അഡ്വെഞ്ചർ എന്ന് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. മറ്റേ ഏലിയന്റെ റോമുലസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പക്ക ത്രില്ലറായിരുന്നു. എങ്ങനെ വേണം അത് ഹൊറർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അത് പെടുക ആക്ച്വലി. ഇപ്പൊ പ്രെഡേറ്റർ ഞാനീ പറഞ്ഞ പോലെ ഒരു ഒരു ക്രീച്ചർ അഡ്വെഞ്ചർ എന്ന രീതിയിലാണ് വന്നതെങ്കിൽ, പക്ഷേ ഏലിയൻ നേരെ തിരിഞ്ഞു. അതൊരു പക്കാ ഹൊറർ സാധനമാണ്. അതിനെ അത്ര ഗംഭീരമായിട്ട് കാണിച്ച സിനിമയാണ് ഏലിയൻ റോമുലസും. അതിനു മുമ്പ് നമ്മുടെ റിലീസ് സ്കോട്ടിന്റെ മറ്റേ 2 പടങ്ങളുണ്ടല്ലോ. ആ ഒരു സ്പിൻ ഓഫ് പോലെ പുറത്തിറങ്ങിയത് ഏലിയൻ കവനന്റ്. അതിലൊക്കെയാണ് ഇതേപോലെ അവരുടെ ഒരു വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ ഈ കണ്ട് മടുത്ത സാധനം, ഒരു സ്പേസ് ക്രാഫ്റ്റിൽ മാത്രം ഏലിയൻ അറ്റാക്ക് എന്നുള്ളത് നമുക്ക് കണ്ട് മടുത്ത് സാച്ചുറേറ്റ് ആയി. അത് മാറ്റിയിട്ട് പുതിയൊരു വേൾഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന പടങ്ങളായിരുന്നു അത്. ആൻഡ് അതിലേക്ക് തന്നെ തിരിച്ചും വന്നു. നമുക്ക് നമ്മൾ സാച്ചുറേറ്റ് ആയ ഒരു സ്പേസ് ക്രാഫ്റ്റിലെ ഏലിയൻ അറ്റാക്ക്, അതിനെ ഒന്നും കൂടി റീഡിഫൈൻ ചെയ്ത് ആ ഒരു ജോണറിനെ തന്നെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമുക്ക് ആ കണ്ട സാധനം ഒന്നും കൂടി നമുക്ക് നൊസ്റ്റാൾജി തരുന്ന രീതിയിൽ കിഡിലിനായിട്ട് ചെയ്ത പടം ഏലിയൻ റോമുലസ്. എന്ന് പറഞ്ഞ പോലെ തന്നെ അഡ്വെഞ്ചർ എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഫസ്റ്റ് പ്രൊഡേറ്റർ പടം, ഫസ്റ്റ് 2 പടങ്ങൾക്ക് തന്നെ. സെക്കൻഡ് പിന്നെയും ഓക്കെ, ഫസ്റ്റ് 1 ഉണ്ടല്ലോ എത്ര അവാട്ടം നമ്മളൊക്കെ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടൊന്നും ഒരു പിടുത്തവും ഉണ്ടാവില്ല. 90s കിഡ്സിന്റെ ഒക്കെ ദി ഫേവറേറ്റ് ആയിരിക്കും. പണ്ട് സൺ ടിവിയിൽ ഒരു ആഡ് വരും അതിന്റെ, "വെറും ഞായർക്കിഴமை കാலை 11:30ക്ക്" എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്ടറിന്റെ ആ ഒരു ആഡ് വരുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം. എത്ര വട്ടം കണ്ടാലും പിന്നെയും പിന്നെയും കാണാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പടം. ഷ്വാർസ്നെഗറിന്റെയൊക്കെ ആ ഒരു പീക്ക് ലെവൽ സാധനം. അതേപോലെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരുന്ന രീതിയിൽ ഒരുപാട് മാസ് ബിൽഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിൽ, ആക്ഷൻ സീക്വൻസുകളൊക്കെ പൊളി നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അത് ഭയങ്കര ഡാർക്കായിരുന്നു. 3D കണ്ടതാണ്. 3D വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ആ സീക്വൻസുകളൊക്കെ ഭയങ്കര ഡാർക്കായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഫ്രാഞ്ചൈസിൽ അറിയാവുന്ന, അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇതിന്റെ ആ ഒരു മെക്കാനിസമോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡേറ്റേഴ്സിന്റെ അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതികളൊക്കെ അറിയാവുന്നവർക്ക് കുറേ ഗംഭീര ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്ത് പ്രത്യേകം ശ്രദ്ധേയപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ലേസർ സാധനം വെക്കില്ലേ, ഒരു ലേസർ ബീം നമ്മൾ ഫസ്റ്റ് പടം തൊട്ടേ കാണാറുണ്ട്. ആ സാധനം ഈ ഒരു ക്യാരക്ടറിന് നഷ്ടപ്പെടും. അതായത് വെപ്പൺസ് ഒന്നും ഇല്ല. ആ ഒരു ടെറൈൻ വെച്ചിട്ട് വേണം ഈ ഒരു ക്യാരക്ടർ ഫുള്ളായിട്ട്, അതായത് ഇവർ വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ എല്ലാ വെപ്പൺസും പോയി. അവിടെയുള്ള ആ ഒരു ടെറൈൻ ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഫുള്ളായിട്ട് ഒരു ആക്ഷൻ ബ്ലോക്ക് മുഴുവൻ ചെയ്യുന്നുണ്ടാവുക. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലേസർ ബീം അത് ഈ ഒരു ക്യാരക്ടർ നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെയുള്ളൊരു ക്രീച്ചർ ഉണ്ട്. അതിങ്ങനെ ഈ പാമ്പ് പോലെ ഇങ്ങനെ ചുറ്റിയിട്ട്, ഈ ക്രീച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ ടൈം ചെയ്യാനൊരു കഴിവുണ്ട്. അതീ കൂടെ ഒരു 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 പോയ്സണസ് ഒരു ഡാർട്ട് പോലൊരു സാധനം വിടും. സോ അതിനെ യൂസ് ചെയ്ത് ഈ ഒരു മനസ്സിലായോ? ആ ഒരു ഡാർട്ട് പോലത്തെ സാധനത്തെ വെച്ചിട്ട് ഈ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്ത് അങ്ങനത്തെ കുറേ മൈന്യൂട്ട് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ നോർമലി നമ്മൾ കാണാറുള്ള പ്രെഡേറ്ററിന് ഈ ഒരു ഷീൽഡ് ഉണ്ടാവും. അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കുറേ വെപ്പൺസ്, അങ്ങനത്തെ ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഫോളോ ചെയ്യുന്നവർക്കും അതിനെ മറികടന്ന് നമുക്ക് സ്ഥിരം കണ്ട് മടുത്ത പാറ്റേണിലുള്ള സാധനങ്ങളെ മാറ്റിയിട്ട്
ചെറുതായിക്കൊന്ന് ട്വീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ഇൻപുട്ടുകൾ കൊടുത്ത് വരുത്തിയിട്ടുള്ള ഒരു പടം കൂടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ദിസ് മൂവി സോ ക്രിയേറ്റീവ്, സോ ഡാം ക്രിയേറ്റീവ് ആൻഡ് സോ അഡ്വെഞ്ചറസ്, സോ ഫൺ ഫീൽഡ്. തുടക്കം മുതൽ അവസാനം വരെ പക്ക ആക്ഷൻ പാക്ഡ് കിഡിലൻ അഡ്വെഞ്ചർ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഓർഡിനറി പ്രഡേറ്റർ മൂവി. ഞാനിപ്പോൾ ഈ സിനിമ എനിക്ക് ഇതിനിപ്പോൾ കഥ എങ്ങനെയാണോ ഇതിന് ഓസ്കാർ കിട്ടുമോ അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. എന്റർടൈൻമെന്റ് വാല്യൂ എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അതായത് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കൊടുത്ത കാശ് നമുക്ക് മുതലാവണം. നമുക്ക് ആ ഒരു കാണുന്ന 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ അനാവശ്യമായിട്ടുള്ള ഒരു സീൻ പോലും ഇല്ലാതെ എന്താണോ പടത്തിന്റെ ജോണർ അതിനോട് സ്റ്റിക്ക് ചെയ്ത് നിന്ന് അതിനോട് 100% നീതി പുലർത്തുന്ന സാധനം ആ രീതിക്ക് അഡ്വെഞ്ചർ പടങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഈ സൈഫൈ അഡ്വെഞ്ചർ പടങ്ങളൊക്കെ മറന്നവരാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാതിരിക്കുന്നവരാണെങ്കിൽ ദിസ് വൺ ഈസ് എ മസ്റ്റ് വാച്ച് ഐറ്റം. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി നല്ല തിയേറ്ററിൽ തന്നെ പോയി കണ്ടുപോകുക. കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈ വർഷം കണ്ട സിനിമകളിൽ ഭയങ്കരധികം സാറ്റിസ്ഫൈ ആയ പടങ്ങളിലൊന്ന്. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ജോണറിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പടം. ഞാൻ അങ്ങനത്തെ ഒരു ജോണറെ മറന്നുപോയി സത്യം പറഞ്ഞു ടു ബി ഹോണസ്റ്റ്. നമ്മൾ തന്നെ ഈ ബെസ്റ്റ് അഡ്വെഞ്ചർ പടം, ബെസ്റ്റ് ആ പടം, ഈ പടം എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ പടങ്ങൾ ചെയ്തിരുന്നു. പിന്നെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നല്ല പടങ്ങളില്ല. വേറെ കുറേ കൂറ പടങ്ങളുണ്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല പടം എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ജോണറിനോട് നീതി പുലർത്തുന്ന പടങ്ങളൊന്നും അധികം കണ്ടില്ല. സോ ജോണർ സ്പെസിഫിക് ആയിട്ടുള്ള നല്ലൊരു കിഡിലിൻ അഡ്വെഞ്ചർ പടമാണ് പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഞാൻ ഇതിന് ഫോളോ അപ്പ് ആയിട്ട് ഇനിയും കുറേ പടങ്ങൾ വരാം. ഇതിനെ നിർത്തുന്നത് തന്നെ ഇനിയും കുറേ സാധനങ്ങൾ മൂപ്പരുടെ കയ്യിൽ പെൻഡിങ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. സോ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും കില്ലർ ഓഫ് കില്ലർ കണ്ടുനോക്കാം. ഇതിനേക്കാൾ അപ്പുറത്തുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ വെച്ചിട്ടുള്ള കിഡിലിൻ നൈറ്റാണ്. പക്ഷെ അത് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഡയറക്റ്റ് ടൈപ്പ് വരും. കാരണം അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ പ്രേ എന്നൊരു സിനിമയായിട്ട് കണക്ഷൻ വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. സോ ഇത് കണ്ടുനോക്കുക. അഡ്വെഞ്ചർ എന്നുള്ളൊരു കാറ്റഗറിയിൽ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. കണ്ടുവരണമെങ്കിൽ സിനിമയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഐ ആം സോ സാറ്റിസ്ഫൈഡ്. സോ മറ്റൊരു വീണ്ടും കാണാം. നന്ദി.